പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെ ഏതാണ്ട് നടപടിക്ക് തീരുമാനമായി എന്നാണ് പറയുന്ന കാര്യം. ഈ വകുപ്പ് തല റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞു. സർവീസ് ചട്ടം SP ലംഘിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. MLA സ്വാധീനിക്കാൻ ശ്രമിച്ചത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. റേഞ്ച് DIGS അജിത ബീഗമാണ് DGPക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത മണിക്കൂറിൽ എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. മിക്കവാറും ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പല ആളുകളും പറയുന്നത്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി തിരുവനന്തപുരം തത്സമയം ചേരുന്നു. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. വലിയ ഗുരുതരമായ ആരോപണങ്ങളിലൂടെ കടന്നു പോകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുജിത് ദാസിനെതിരായ വന്ന ചില വെളിപ്പെടുത്തലുകൾ, PV അൻവറിന്റെ ചില വെളിപ്പെടുത്തലുകൾ വന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ പരാതി ഒത്തുതീർക്കാൻ, അതായത് SP ക്യാമ്പ് ഓഫീസിൽ മരം മുറിച്ച് കടത്തി എന്നുള്ള പരാതി അത് ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ അത് പിൻവലിക്കാനായി MLA വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു ഫോൺ കോൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് വലിയ വിമർശനം ഇതിന് പിന്നാലെ ഉണ്ടായത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന രൂക്ഷമായ വിമർശനം ആഭ്യന്തര വകുപ്പ് നേരിടുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് DGP റേഞ്ച് DIGയോട് സുജിത് ദാസിനെതിരെ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. എന്തായാലും ഒടുവിൽ ഇപ്പോൾ ആ റിപ്പോർട്ട് റേഞ്ച് DIG S അജിത ബീഗം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത്, ഇത്തരത്തിൽ ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഈ സുജിത് ദാസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശമല്ല എന്നുള്ള അതിന് വിയോജിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും സുജിത് ദാസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയത് ഗുരുതരമായൊരു ചട്ടലംഘനമാണ്. ഒരു MLA വിളിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ പരാതി പിൻവലിക്കാൻ അപേക്ഷിക്കുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ്. അത് വലിയ പ്രശ്നമായി തന്നെ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇന്ന് DGP ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. സർക്കാരായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുക. ഇന്ന് വരെയാണ് സുജിത് ദാസ് അവധി പറഞ്ഞിരുന്നത്. ഇന്ന് മുതൽ അദ്ദേഹത്തിന്റെ മറ്റ് നീക്കങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഈ അവധി നീട്ടിക്കൊണ്ടുപോകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹവും തീരുമാനിക്കും. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സുജിത് ദാസിനെതിരെ ഒരു നടപടിക്കുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഓക്കെ, താങ്ക് യു അഖിൽ ഷാ അൻസാർ.